ഓം ശാന്തി. 21/11/24 പ്രഭാതമുരളി. ബാബ് ദാദ, മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോൾ ടീച്ചറായി എല്ലാവരെയും മനസ്സിൻ്റെ വശീകരണ മന്ത്രം കേൾപ്പിക്കേണ്ടതുണ്ട്. ഇത് നിങ്ങളെല്ലാ കുട്ടികളുടെയും ഡ്യൂട്ടിയാണ്. ചോദ്യം: ബാബ ഏത് കുട്ടികളുടെ യാതൊന്നും സ്വീകരിക്കുന്നില്ല? ഉത്തരം: ഞാൻ ഇത്രയും നൽകുന്നു, എനിക്ക് ഇത്രയും സഹായിക്കുവാൻ സാധിക്കും എന്ന അഹങ്കാരം ആർക്കാണോ ഉള്ളത്, അവരുടെ യാതൊന്നും ബാബ സ്വീകരിക്കുന്നില്ല. ബാബ പറയുന്നു, എൻ്റെ കയ്യിൽ താക്കോലുണ്ട്. വേണമെങ്കിൽ എനിക്ക് ആരെയെങ്കിലും ദരിദ്രനാക്കാം, വേണമെങ്കിൽ ആരെയെങ്കിലും ധനികനാക്കാം. ഇതും ഡ്രാമയിലെ രഹസ്യമാണ്. ആർക്കാണോ ഇന്ന് തൻ്റെ സമ്പന്നതയുടെ ഗർവമുള്ളത്, അവർ നാളെ ദരിദ്രനായി മാറുന്നു. ദരിദ്രരായ കുട്ടികൾ ബാബയുടെ കാര്യത്തിൽ തൻ്റെ ചില്ലിക്കാശ് സഫലമാക്കി ധനികനായി മാറുന്നു. ഓം ശാന്തി. ഇത് ആത്മീയ കുട്ടികൾ അറിയുന്നുണ്ട്. ബാബ വന്നിരിക്കുകയാണ് നമുക്ക് പുതിയ ലോകത്തിൻ്റെ സമ്പത്ത് നൽകുവാൻ. എത്രത്തോളം നമ്മൾ ബാബയെ ഓർമ്മിക്കുമോ അത്രയും പവിത്രമാകും എന്നത് കുട്ടികൾക്ക് ഉറപ്പുണ്ടല്ലോ. എത്രത്തോളം നമ്മൾ നല്ല ടീച്ചറാകുമോ അത്രയും ഉയർന്ന പദവി നേടും. ബാബ നിങ്ങളെ ടീച്ചറിൻ്റെ രൂപത്തിൽ പഠിപ്പിക്കുന്നു. നിങ്ങൾ പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കണം. നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചർ തീർച്ചയായും ആകുന്നു. പിന്നെ നിങ്ങൾക്ക് ആരുടെയും ഗുരുവാകുവാൻ സാധിക്കില്ല, കേവലം ടീച്ചർ ആകുവാൻ സാധിക്കുന്നു. ഗുരു ഒരേ ഒരു സദ്ഗുരു തന്നെയാണ്. ആ ഒന്ന് പഠിപ്പിക്കുന്നു. സർവരുടെയും സദ്ഗുരു ഒന്ന് തന്നെയാണ്. ആ ഒന്ന് ടീച്ചറാക്കി മാറ്റുന്നു. നിങ്ങൾ എല്ലാവരെയും ടീച്ച് ചെയ്ത് മന്മനാഭവയുടെ വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബാബ നിങ്ങളിൽ ഈ ഡ്യൂട്ടി വച്ചിരിക്കുകയാണ്. എന്നെ ഓർമ്മിക്കൂ, പിന്നെ ടീച്ചറുമാകൂ. നിങ്ങൾ ആർക്കെങ്കിലും ബാബയുടെ പരിചയം നൽകുകയാണെങ്കിൽ അവരുടെയും കടമയാണ് ബാബയെ ഓർമ്മിക്കുക എന്നത്. ടീച്ചറിൻ്റെ രൂപത്തിൽ സൃഷ്ടിചക്രത്തിൻ്റെ നോളജ് നൽകേണ്ടി വരും. ബാബയെ തീർച്ചയായും ഓർമ്മിക്കേണ്ടി വരും. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് പാപം ഇല്ലാതാകുന്നത്. കുട്ടികൾ അറിയുന്നുണ്ട്, നമ്മൾ പാപാത്മാക്കളാണ്. അതിനാൽ ബാബ എല്ലാവരോടും പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ പാപം ഇല്ലാതാകും. ബാബ തന്നെയാണ് പതീത പാവനൻ. യുക്തി പറഞ്ഞു തരുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ആത്മാവ് പതീതമായിരിക്കുകയാണ്. അത് കാരണം ശരീരവും പതീതമായിരിക്കുകയാണ്. ആദ്യം നിങ്ങൾ പവിത്രമായിരുന്നു, ഇപ്പോൾ നിങ്ങൾ അപവിത്രമായിരിക്കുന്നു. ഇപ്പോൾ പതീതത്തിൽ നിന്നും പാവനമാകുന്നതിനുള്ള യുക്തി വളരെ സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പവിത്രമായി മാറും. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. അവർ ഗംഗാ സ്നാനം ചെയ്യുമ്പോൾ ഗംഗയെ ഓർമ്മിക്കുന്നു. അത് പതീത പാവനയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഗംഗയെ ഓർമ്മിക്കുന്നതിലൂടെ പാവനമായി മാറണം എന്ന് വിചാരിക്കുന്നു. എന്നാൽ ബാബ പറയുന്നു, ആർക്കും പാവനമാകാൻ സാധിക്കില്ല. ജലത്തിലൂടെ എങ്ങനെ പാവനമാകും? ബാബ പറയുന്നു, ഞാൻ പതീത പാവനാണ്. ഹേ കുട്ടികളെ, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ ധർമ്മവും ഉപേക്ഷിച്ച് എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ പാവനമായി വീണ്ടും തൻ്റെ വീടായ മുക്തിധാമത്തിൽ എത്തിച്ചേരും. മുഴുവൻ കൽപ്പത്തിലും വീടിനെ മറന്നു. ബാബയെ മുഴുവൻ കൽപ്പത്തിലും ആരും അറിയുന്നതേയില്ല. ഒരേ ഒരു തവണ ബാബ സ്വയം വന്ന്
ഈ മുഖത്തിലൂടെ തൻ്റെ പരിചയം നൽകുന്നു. ഈ മുഖത്തിന് എത്ര മഹിമയാണുള്ളത്! ഗൗമുഖം എന്ന് പറയുന്നുവല്ലോ. മറ്റേ ഗൗ മൃഗമാണ്, ഇത് മനുഷ്യൻ്റെ കാര്യമാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, ഇത് വലിയ മാതാവാണ്. ആ മാതാവിലൂടെ ശിവബാബ നിങ്ങൾ ഏവരെയും അഡോപ്റ്റ് ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ബാബ ബാബ എന്ന് പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ബാബയും പറയുന്നു, ഈ ഓർമ്മയുടെ യാത്രയിലൂടെ തന്നെയാണ് നിങ്ങളുടെ പാപം ഇല്ലാതാകേണ്ടത്. കുട്ടികൾക്ക് പിതാവിൻ്റെ ഓർമ്മ ഉണ്ടാകുന്നുവല്ലോ. ആ ഒന്നിൻ്റെ രൂപവും മറ്റും ഹൃദയത്തിലിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ഏതുപോലെ നമ്മൾ ആത്മാവാണ്, അതേപോലെ അത് പരമാത്മാവാണ്. രൂപത്തിൽ ഒരു വ്യത്യാസവുമില്ല. ശരീരത്തെ സംബന്ധിച്ചാണെങ്കിൽ ഫീച്ചേഴ്സും മറ്റും വ്യത്യസ്തമാണ്. ബാക്കി ആത്മാവ് ഒന്നുപോലെ തന്നെയാണ്. എങ്ങനെയാണോ നമ്മുടെ ആത്മാവ്, അതേപോലെ ബാബയും പരമാത്മാവാണ്. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ പരംധാമത്തിൽ വസിക്കുന്നു, നമ്മളും പരംധാമത്തിൽ വസിക്കുന്നു. ബാബയുടെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ആ ഒന്നും ബിന്ദുവാണ്, നമ്മളും ബിന്ദുവാണ്. ഈ ജ്ഞാനം മറ്റാർക്കുമില്ല, നിങ്ങൾക്ക് തന്നെയാണ് ബാബ പറഞ്ഞു തന്നത്. ബാബയെക്കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത്? സർവവ്യാപിയാണ്, കല്ലിലും മുള്ളിലുമുണ്ട് എന്നെല്ലാം. ആർക്ക് എന്ത് തോന്നുന്നുവോ അത് പറയുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഭക്തിമാർഗത്തിൽ ബാബയുടെ നാമം, രൂപം, ദേശം, കാലം എന്നിവ മറന്നു പോകുന്നു. നിങ്ങളും മറന്നു പോകുന്നു. ആത്മാവ് തൻ്റെ പിതാവിനെ മറക്കുന്നു. കുട്ടികൾ പിതാവിനെ മറന്നു പോകുന്നുവെങ്കിൽ പിന്നെ എന്തറിയുവാനാണ്? അനാഥരായതുപോലെയാണ്. നാഥനെ ഓർമ്മിക്കുന്നതേയില്ല. നാഥൻ്റെ പാർട്ട് തന്നെ അറിയുന്നില്ല. സ്വയം തന്നെയും മറന്നു പോകുന്നു. നിങ്ങൾ നല്ല രീതിയിൽ അറിയുന്നുണ്ട്, തീർച്ചയായും നമ്മൾ മറന്നു പോയിരുന്നു. നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള ദേവീ ദേവതയായിരുന്നു. ഇപ്പോൾ മൃഗങ്ങളെക്കാൾ മോശമായിരിക്കുകയാണ്. മുഖ്യമായത് ഇതാണ്, നമ്മൾ സ്വന്തം ആത്മാവിനെ പോലും മറന്നുപോയി. ഇപ്പോൾ ആരാണ് റിയലൈസ് ചെയ്യിക്കുന്നത്? ഒരു ജീവാത്മാവിനും ഇത് അറിയാമായിരിക്കില്ല. നമ്മൾ ആത്മാവ് എന്താണ്, എങ്ങനെ മുഴുവൻ പാർട്ടും അഭിനയിക്കുന്നു. നമ്മൾ ഏവരും സഹോദരന്മാരാണ്. ഈ ജ്ഞാനം ആർക്കും തന്നെയില്ല. ഈ സമയത്ത് മുഴുവൻ സൃഷ്ടി തന്നെ തമോ പ്രധാനമായിരിക്കുകയാണ്. ജ്ഞാനം ഇല്ല. നിങ്ങളിൽ ഇപ്പോൾ ജ്ഞാനമുണ്ട്. ബുദ്ധിയിൽ വന്നു, നമ്മൾ ആത്മാക്കൾ ഇത്രയും സമയം നമ്മുടെ പിതാവിൻ്റെ ഗ്ലാനി ചെയ്തു വന്നു. ഗ്ലാനി ചെയ്യുന്നതിലൂടെ ബാബയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് പടികൾ താഴെ ഇറങ്ങി വന്നു. മുഖ്യമായ കാര്യം ബാബയെ ഓർമ്മിക്കുന്നതിൻ്റേതാണ്. ബാബ മറ്റൊരു പ്രയാസവും നൽകുന്നില്ല. കുട്ടികൾക്ക് കേവലം ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ പ്രയാസമേ ഉള്ളൂ. ബാബയ്ക്ക് എപ്പോഴെങ്കിലും കുട്ടികൾക്ക് ഏതെങ്കിലും പ്രയാസം നൽകുവാൻ സാധിക്കുമോ? ലോ പറയുന്നില്ല, അതായത് നിയമമില്ല. ബാബ പറയുന്നു, ഞാൻ കുട്ടികൾക്ക് ഒരു പ്രയാസവും നൽകുന്നില്ല. ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നു, ഈ കാര്യങ്ങളിൽ എന്തിന് ടൈം വേസ്റ്റ് ചെയ്യുന്നു? ബാബയെ ഓർമ്മിക്കൂ. ഞാൻ വന്നിരിക്കുന്നത് തന്നെ നിങ്ങളെ കൊണ്ടുപോകുവാനാണ്. അതിനാൽ കുട്ടികളായ നിങ്ങൾ ഓർമ്മയുടെ യാത്രയിലൂടെ പാവനമാകണം. ഞാൻ തന്നെയാണ് പതീത പാവനായ ബാബ. ഇത്രമാത്രം. ബാബ യുക്തി പറഞ്ഞു തരുന്നു. എവിടെ പോയാലും ബാബയെ ഓർമ്മിക്കണം. 84ൻ്റെ ചക്രത്തിൻ്റെ രഹസ്യവും ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഇപ്പോൾ തൻ്റെ പരിശോധന നടത്തണം. എത്രത്തോളം നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നു. മറ്റൊരു ഭാഗത്തേക്കുമുള്ള വിചാരങ്ങൾ നടത്തേണ്ടതില്ല. ഇത് മോസ്റ്റ് ഈസിയാണ്.
ബാബയെ ഓർമ്മിക്കണം. കുട്ടി അല്പം വലുതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാതാപിതാക്കളെ ഓർമ്മിക്കാൻ തുടങ്ങുന്നു. നിങ്ങളും മനസ്സിലാക്കൂ, നമ്മൾ ആത്മാക്കൾ ബാബയുടെ കുട്ടികളാണ്. എന്തുകൊണ്ടാണ് ഓർമ്മിക്കേണ്ടി വരുന്നത്? കാരണം നമ്മുടെ മേൽ ഏതൊരു പാപം കയറിയിരിക്കുന്നുവോ അത് ഈ ഓർമ്മയിലൂടെ തന്നെയാണ് ഇല്ലാതാകുന്നത്. അതിനാൽ 1 സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന മഹിമയുമുണ്ട്. ജീവൻ മുക്തിയുടെ ആധാരം പഠനത്തിന്മേലാണ്. മുക്തിയുടെ ആധാരം ഓർമ്മയുടെ മേലാണ്. എത്രത്തോളം നിങ്ങൾ ബാബയെ ഓർമ്മിക്കുകയും പഠനത്തിൽ ശ്രദ്ധ നൽകുകയും ചെയ്യുമോ അപ്പോൾ ഉയർന്ന നമ്പറിൽ പദവി നേടും. തൊഴിലും മറ്റും ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. ബാബ ഒന്നും വിലക്കുന്നില്ല. തൊഴിൽ തുടങ്ങി എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതും രാപ്പകൽ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ബാബ ഈ ആത്മീയ തൊഴിൽ നൽകുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. 84ന്റെ ചക്രത്തെയും ഓർമ്മിക്കൂ. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ സദോ പ്രധാനം ആകുന്നത്. ഇതും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ വസ്ത്രമാണ്, പിന്നെ സദോ പ്രധാനമായ പുതിയ വസ്ത്രം ലഭിക്കും. തൻ്റെ അടുക്കൽ ബുദ്ധിയിൽ സാരം വയ്ക്കണം. അതിലൂടെ വളരെയധികം നേട്ടം ഉണ്ടാകേണ്ടതുണ്ട്. സ്കൂളിൽ സബ്ജക്ട്സ് ധാരാളം ഉണ്ടായിരിക്കും. എങ്കിലും ഇംഗ്ലീഷിന് നല്ല മാർക്കായിരിക്കും. കാരണം ഇംഗ്ലീഷ് മുഖ്യ ഭാഷയാണ്. മുൻപ് അവരുടെ രാജ്യമായിരുന്നു. അതിനാൽ അത് കൂടുതൽ നടക്കുന്നു. ഇപ്പോഴും ഭാരതവാസികൾ കടക്കാരാണ്. ആര് എത്ര തന്നെ ധനികരായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഹെഡ്സ് ആരാണോ അവർ കടക്കാരാണ് എന്നത് ബുദ്ധിയിലുണ്ടല്ലോ. നമ്മൾ ഭാരതവാസികൾ കടക്കാരായിരിക്കുന്നത് പോലെയാണ്. പ്രജകൾ തീർച്ചയായും പറയുമല്ലോ നമ്മൾ കടക്കാരാണെന്ന്. ഈ അറിവും വേണമല്ലോ. നിങ്ങൾ രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരിക്കെ നിങ്ങൾ അറിയുന്നുണ്ട് നമ്മളെല്ലാവരും ഈ എല്ലാ കടങ്ങളിൽ നിന്നും മുക്തമായി സോൾവൻ്റ് ആകുന്നു. പിന്നെ പകുതി കൽപ്പം നമ്മൾ ആരിൽ നിന്നും കടം എടുക്കുന്നവർ ആയിരിക്കില്ല. കടക്കാർ പതീത ലോകത്തിൻ്റെ അധികാരിയാണ്. ഇപ്പോൾ നമ്മൾ കടക്കാരുമാണ്, പതീത ലോകത്തിൻ്റെ അധികാരിയുമാണ്. നമ്മുടെ ഭാരതം ഇങ്ങനെയാണ് എന്ന് പാടുന്നുവല്ലോ. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട് നമ്മൾ വളരെയധികം ധനികരായിരുന്നു. ദേവകുമാരന്മാരും ദേവകുമാരിമാരുമായിരുന്നു. ഇത് ഓർമ്മയുണ്ടായിരിക്കുന്നുവല്ലോ. നമ്മൾ ഇങ്ങനെയുള്ള വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ഇപ്പോൾ തീർത്തും കടക്കാരും പതീതവും ആയിരിക്കുകയാണ്. ഈ കളിയുടെ റിസൾട്ട് ബാബ പറഞ്ഞു തരികയാണ്. റിസൾട്ട് എന്തായി? കുട്ടികളായി നിങ്ങൾക്ക് സ്മൃതി വന്നു. സത്യയുഗത്തിൽ നമ്മൾ എത്ര ധനികരായിരുന്നു. ആരാണ് നിങ്ങളെ ധനികരാക്കിയത്? കുട്ടികൾ പറയും, ബാബ അങ്ങ് നമ്മളെ എത്ര ധനികരാക്കിയിരുന്നു. ഒരു ബാബ തന്നെയാണ് ധനികരാക്കുന്നവൻ. ലോകം ഈ കാര്യങ്ങൾ അറിയുന്നില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നതിലൂടെ എല്ലാം മറന്നുപോയി, ഒന്നും അറിയുന്നില്ല. നിങ്ങൾ ഇപ്പോൾ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ പദമാപദം ധനികരായിരുന്നു, വളരെയധികം പവിത്രമായിരുന്നു, വളരെയധികം സുഖിയായിരുന്നു. അവിടെ അസത്യമോ പാപമോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. മുഴുവൻ വിശ്വത്തിൻ്റെ മേലും നിങ്ങളുടെ ജയം ഉണ്ടായിരുന്നു. ശിവ് ബാബ അങ്ങ് എന്ത് നൽകുന്നു അത് മറ്റാർക്കും നൽകാൻ സാധിക്കില്ല എന്ന മഹിമയുമുണ്ട്. പകുതി കൽപ്പത്തേക്ക് സുഖം നൽകാനുള്ള ശക്തി ആർക്കുമില്ല. ബാബ പറയുന്നു, ഭക്തി മാർഗത്തിലും നിങ്ങൾക്ക് വളരെയധികം സുഖവും അളവറ്റ ധനവും ഉണ്ടായിരുന്നു. എത്ര വജ്ര വൈഢൂര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് വന്നവരുടെ കൈകളിൽ വരുന്നു. ഇപ്പോഴാണെങ്കിൽ ആ വസ്തു കാണാൻ പോലുമില്ല. നിങ്ങൾ വ്യത്യാസം കാണുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെയാണ് പൂജ്യ ദേവീ ദേവതയായിരുന്നത്.
പിന്നെ നിങ്ങൾ തന്നെ പൂജാരി ആയിരിക്കുകയാണ്. താങ്കൾ തന്നെ പൂജ്യവും താങ്കൾ തന്നെ പൂജാരിയും. ബാബ പൂജാരിയാകുന്നില്ല, എന്നാൽ പൂജാരികളുടെ ലോകത്തിൽ വരുന്നുവല്ലോ. ബാബ എവർ പൂജ്യനാണ്. ആ ഒന്ന് ഒരിക്കലും പൂജാരിയാകുന്നില്ല. ആ ഒന്നിൻ്റെ തൊഴിലാണ് നിങ്ങളെ പൂജാരിയിൽ നിന്നും പൂജ്യരാക്കുക എന്നത്. രാവണൻ്റെ ജോലിയാണ് നിങ്ങളെ പൂജാരിയാക്കുക എന്നത്. ഇത് ലോകത്തിൽ ആർക്കും അറിയില്ല. നിങ്ങളും മറന്നു പോകുന്നു. ദിവസവും ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ബാബയുടെ കൈകളിലാണ്. ആരെയെങ്കിലും വേണമെങ്കിൽ ധനികരാക്കാം, വേണമെങ്കിൽ ദരിദ്രനാക്കാം. ബാബ പറയുന്നു, ആരാണോ ധനികൻ അവർക്ക് തീർച്ചയായും ദരിദ്രമാകേണ്ടതുണ്ട്, ആവുകയും ചെയ്യും. അവരുടെ പാർട്ട് ഇങ്ങനെയാണ്. അവർക്ക് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കില്ല. ധനികർക്ക് അഹങ്കാരവും വളരെയധികം ഉണ്ടല്ലോ. ഞാൻ ഇന്നയാളാണ്, ഇന്നതെല്ലാം നമുക്കുണ്ട് എന്ന്. അഹങ്കാരം ഇല്ലാതാക്കുന്നതിനായി ബാബ പറയുന്നു, ഇവർ നൽകുന്നതിനു വേണ്ടി വരുമ്പോൾ ബാബ പറയും, ആവശ്യമില്ല, ഇത് തൻ്റെ കൈവശം വെച്ചുകൊള്ളൂ. ആവശ്യം വരുമ്പോൾ പിന്നെ വാങ്ങാം. കാരണം ഉപയോഗപ്രദമല്ല, തൻ്റേതെന്ന അഹങ്കാരമുണ്ട് എന്ന് കാണുന്നു. അപ്പോൾ വാങ്ങണമോ വാങ്ങാതിരിക്കണമോ എന്നതെല്ലാം ബാബയുടെ കയ്യിലാണല്ലോ. ബാബ പൈസ എന്ത് ചെയ്യുവാനാണ്? ആവശ്യമില്ല. ഈ കെട്ടിടവും മറ്റും നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്. വന്ന് ബാബയുമായി കൂടിക്കാഴ്ച നടത്തി തന്നെ പോകണം. സദാ താമസിക്കേണ്ടതില്ല. പൈസയുടെ എന്താവശ്യമായിരിക്കും ഉണ്ടായിരിക്കുക? ഏതെങ്കിലും സൈന്യമോ പീരങ്കിയോ മറ്റോ ആവശ്യമില്ല. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഇപ്പോൾ യുദ്ധത്തിൻ്റെ മൈതാനത്തിലാണ്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. ബാബയുടെ ആജ്ഞ ലഭിച്ചിരിക്കുകയാണ്. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ ഇത്രയും ശക്തി ലഭിക്കും. നിങ്ങളുടെ ഈ ധർമ്മം വളരെയധികം സുഖം നൽകുന്ന ഒന്നാണ്. ബാബ സർവശക്തിവാനാണ്. നിങ്ങൾ ആ ഒന്നിൻ്റേതാകുന്നു. മുഴുവൻ ആധാരവും ഓർമ്മയുടെ യാത്രയുടെ മേലാണ്. ഇവിടെ നിങ്ങൾ കേൾക്കുന്നു, പിന്നെ അതിന്മേൽ മനനം നടക്കുന്നു. ഏതുപോലെ പശു ആഹാരം കഴിച്ച ശേഷം പിന്നെ അയവിറക്കുന്നു, വായ് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. കുട്ടികളായ നിങ്ങളോടും പറയുന്നു, ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളുടെ മേൽ നല്ലവണ്ണം ചിന്തിക്കൂ. ബാബയോട് നമ്മൾ എന്ത് ചോദിക്കട്ടെ? ബാബ പറയുന്നു, മന്മനാഭവ. അതിലൂടെ തന്നെയാണ് നിങ്ങൾ സദോ പ്രധാനമാകുന്നത്. ഈ എയിം ഓബ്ജക്റ്റ് മുന്നിലുണ്ട്. സർവഗുണസമ്പന്നവും 16 കലാസമ്പന്നവുമാകണം എന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ വരേണ്ടതാണ്. ആരുടെയെങ്കിലും അധിക്ഷേപമോ പാപകർമ്മമോ തുടങ്ങിയവ ഒന്നും ഉണ്ടാകരുത്. നിങ്ങൾ യാതൊരു തലകീഴായ കർമ്മവും ചെയ്യാൻ പാടില്ല. നമ്പർ 1 ആണ് ഈ ദേവീ ദേവതമാർ. പുരുഷാർത്ഥത്തിലൂടെയാണല്ലോ ഉയർന്ന പദവി നേടുന്നത്. അവരെക്കുറിച്ച് അഹിംസ പരമോ ദേവീ ദേവതാ ധർമ്മം എന്ന് പാടപ്പെടുന്നു. ആരെയെങ്കിലും കൊല്ലുന്നത് ഹിംസയായല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. പിന്നെ കുട്ടികൾ അന്തർമുഖരായി സ്വയം നോക്കണം, നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു? ബാബയെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടോ? എത്ര സമയം നമ്മൾ ഓർമ്മിക്കുന്നു? ഈ ഓർമ്മ ഒരിക്കലും മറക്കുകയേ ചെയ്യാത്ത വിധം ഹൃദയം യോജിക്കണം. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ പറയുന്നു, നിങ്ങൾ ആത്മാക്കൾ എൻ്റെ സന്താനങ്ങളാണ്. അതും നിങ്ങൾ അനാദി സന്താനങ്ങളാണ്. പ്രിയതമയും പ്രിയതമനും ആയിരിക്കുന്നവരുടെയും ശാരീരിക ഓർമ്മയാണ്. സാക്ഷാത്കാരം ഉണ്ടാവുകയും പിന്നെ മറയുകയും ചെയ്യുന്നത് പോലെ അവരും മുന്നിൽ വരുന്നു. ആ സന്തോഷത്തിൽ തന്നെ കഴിക്കുകയും കുടിക്കുകയും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഈ ഓർമ്മയിലാണെങ്കിൽ വളരെയധികം ബലമുണ്ട്. ഒരു ബാബയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും.
പിന്നെ നിങ്ങൾക്ക് തൻ്റെ ഭാവി ഓർമ്മ വരും. വിനാശത്തിൻ്റെ സാക്ഷാത്കാരവും ഉണ്ടാകും. മുന്നോട്ട് പോകവേ എത്രയും വേഗം വിനാശത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും, ഇപ്പോൾ വിനാശം ഉണ്ടാകേണ്ടതുണ്ട്, ബാബയെ ഓർമ്മിക്കൂ. ബാബ ഇതെല്ലാം ഉപേക്ഷിച്ചുവല്ലോ. ഒന്നും അവസാനം ഓർമ്മ വരരുത്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് നമ്മുടെ രാജധാനിയിലേക്ക് പോകണം. പുതിയ ലോകത്തിൽ തീർച്ചയായും പോകണം. യോഗബലത്തിലൂടെ എല്ലാ പാപങ്ങളും ഭസ്മമാക്കണം. ഇതിൽ തന്നെയാണ് വളരെയധികം പ്രയത്നിക്കേണ്ടത്. അടിക്കടി ബാബയെ മറന്നു പോകുന്നു. കാരണം ഇത് വളരെ മഹീനമായ വസ്തുവാണ്. സർപ്പത്തിൻ്റെയും ഭ്രമരത്തിൻ്റെയും ഏതൊരു ഉദാഹരണം നൽകുന്നുവോ അതെല്ലാം ഈ സമയത്തേതാണ്. ഭ്രമരം അതിശയം ചെയ്യുന്നുവല്ലോ, അതിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ അതിശയം. ജ്ഞാനം ഊതിക്കൊണ്ടിരിക്കൂ എന്ന് ബാബ എഴുതുന്നുവല്ലോ. ഒടുവിൽ ഉണരും. എവിടെ പോകുവാനാണ്? നിങ്ങളുടെ അടുത്ത് തന്നെ വന്നുകൊണ്ടിരിക്കും, ആഡായിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രസിദ്ധി ഉണ്ടാകും. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ കുറച്ചു പേരാണല്ലോ ഉള്ളത്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: നല്ലവണ്ണം ജ്ഞാനത്തിൻ്റെ വിചാരസാഗര മഥനം ചെയ്യണം. എന്ത് കേട്ടുവോ അതിനെ അയവിറക്കണം. അന്തർമുഖമായി നോക്കണം. ഒരിക്കലും മറന്നു പോകാത്ത വിധം ബാബയുമായി ഹൃദയം യോജിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ചോദ്യമോ മറ്റോ ചോദിക്കുന്നതിൽ തൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഓർമ്മയുടെ യാത്രയിലൂടെ സ്വയം തന്നെ പാവനമാക്കണം. അന്തിമ സമയത്തിൽ ഒരു ബാബയുടെ ഓർമ്മയല്ലാതെ മറ്റൊരു വിചാരവും വരരുത്. ഈ അഭ്യാസം ഇപ്പോൾ മുതൽ ചെയ്യണം. വരദാനം: ദൃഢസങ്കല്പമാകുന്ന വ്രതത്തിലൂടെ വൃത്തികളെ പരിവർത്തനപ്പെടുത്തുന്ന മഹാൻ ആത്മാവായി ഭവിക്കട്ടെ. മഹാൻ ആകുന്നതിൻ്റെ മുഖ്യ ആധാരമാണ് പവിത്രത. ഈ പവിത്രതയുടെ വ്രതത്തെ പ്രതിജ്ഞയുടെ രൂപത്തിൽ ധാരണ ചെയ്യുക എന്നാൽ മഹാൻ ആത്മാവാവുക എന്നർത്ഥം. ഏതൊരു ദൃഢസങ്കല്പമാകുന്ന വ്രതം വൃത്തിയെ പരിവർത്തനപ്പെടുത്തുന്നു. പവിത്രതയുടെ വ്രതമെടുക്കുക എന്നാൽ തൻ്റെ വൃത്തിയെ ശ്രേഷ്ഠമാക്കുക എന്നർത്ഥം. വ്രതം വയ്ക്കുക എന്നാൽ സ്ഥൂല രീതിയിൽ പഥ്യം വയ്ക്കുക, മനസ്സിൽ ഉറച്ച സങ്കല്പമെടുക്കുക. അപ്പോൾ പാവനമാകാനുള്ള വ്രതമെടുത്തു. നമ്മൾ ആത്മാക്കൾ സഹോദരന്മാരാണ്. ഈ ബ്രദർഹുഡിൻ്റെ വൃത്തി ഉണ്ടാക്കുകയും ചെയ്തു. ഈ വൃത്തിയിലൂടെ ബ്രാഹ്മണൻ മഹാനാത്മാവായി മാറി. സ്ലോഗൻ: വ്യർത്ഥത്തിൽ നിന്നും സുരക്ഷിതമാകണമെങ്കിൽ വായിൽ ദൃഢസങ്കല്പത്തിൻ്റെ ബട്ടൺ വയ്ക്കൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ദേഹത്തിൽ നിന്നും വേറിട്ട ചൈതന്യ ശക്തിയായി സ്വരാജ്യ അധികാരിയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശക്തി സ്വരൂപ ആത്മാവാണ് ഞാൻ. കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവാണ്. എന്നിൽ നിന്നും ശക്തി
ശക്തികളുടെ തരംഗങ്ങൾ നാല് ഭാഗത്തും പ്രവഹിക്കുന്നു. പരമധാമത്തിലെ മഹാജ്യോതിയായ സർവശക്തിവാനെ എൻ്റെ ബുദ്ധിയിൽ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ സ്വരൂപം മാസ്റ്റർ സർവശക്തിവാൻ്റേതാകുന്നു. എനിക്ക് ചുറ്റും ഈശ്വരീയ ശക്തിയുടെ ഒരു പ്രകാശവലയം ഞാൻ സൃഷ്ടിക്കുന്നു. ഈ ശക്തിശാലി പ്രകാശവലയത്തിനുള്ളിൽ ഞാൻ സുരക്ഷിതമാണ്. മാസ്റ്റർ സർവശക്തിവാന്റെ ശക്തിശാലി സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ ഈശ്വരീയ ശക്തികൾ മുഴുവൻ വിശ്വത്തിലേക്കും പ്രസരിക്കുകയാണ്. ഈശ്വരീയ ശക്തികളുടെ അനന്ത കിരണങ്ങൾ വിശ്വമാകെ വ്യാപിച്ച് വിശ്വത്തിലെ ആത്മാക്കൾക്ക് ഈശ്വരീയ സുരക്ഷയുടെ ഈശ്വരീയ സംരക്ഷണത്തിൻ്റെ ഛത്രഛായ തീർക്കുന്നു. ആ ആത്മാക്കളും ഈശ്വരീയ ശക്തിയുടെ സുരക്ഷയിൽ സ്ഥിതി ചെയ്യട്ടെ.